പത്തനംതിട്ടയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയതിൽ അമ്മ അറസ്റ്റിൽ. അമ്മയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിരുന്നു. പ്രതിയുമായി ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുകയാണ്. ശ്രീരാജ് ബാബു ഉണ്ട് വിവരങ്ങളുമായി. ശ്രീരാജ്, തെളിവെടുപ്പ് ആരംഭിച്ചിട്ടുണ്ടോ? ഈ അമ്മയിലേക്ക് എത്താൻ എങ്ങനെയാണ് എത്തിയത് അന്വേഷണം? ആദ്യഘട്ടത്തിൽ ഇത് കൊലപാതകം അങ്ങനെ കരുതിക്കൂട്ടിയ ഒരു പ്രവൃത്തിയൊന്നും അല്ലെന്നായിരുന്നു കണ്ടെത്തൽ. അത് അമ്മയിലേക്ക് എത്താനുണ്ടായ സാഹചര്യം എങ്ങനെയൊക്കെയാണ്? വിശദാംശങ്ങൾ. അഖില അല്പസമയം മുൻപാണ് പെൺകുട്ടിയുടെ വീട്ടിലെത്തി തെളിവെടുപ്പ് ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ ഈ പ്രസവം നടന്ന ശുചിമുറിയിലും പിന്നീട് ഈ കുട്ടിയുടെ മൃതദേഹം കണ്ട സ്ഥലത്തും തെളിവെടുപ്പുണ്ടാകും. എന്തായാലും അല്പസമയം മുൻപ് പെൺകുട്ടിയെ ഇവിടേക്ക് കൊണ്ടുവന്നു തെളിവെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഈ വീടിനകത്തേക്ക് ശുചിമുറിയുടെ ഭാഗത്താണ് ഇപ്പോൾ ആദ്യഘട്ടമായി തെളിവെടുപ്പ് നടത്തുന്നത്. തുടർന്ന് കുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്ത ഭാഗത്തേക്കും തെളിവെടുപ്പ് നടക്കും. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ പെൺകുട്ടിക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിരുന്നു. അഖില സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിൽ ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ ആദ്യ വിവരങ്ങൾ പുറത്തു വന്ന ഘട്ടത്തിൽ ഇതൊരു കൊലപാതകമല്ല എന്ന പ്രാഥമിക നിഗമനമായിരുന്നു പോലീസിന് ഉണ്ടായിരുന്നത്. പിന്നീട് കൂടുതൽ മൊഴിയെടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പെൺകുട്ടി ഇതുപോലെ കുട്ടിയെ വലിച്ചെറിഞ്ഞു എന്ന വിവരം മൊഴി ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തിയ നിഗമനം പെൺകുട്ടി ഇത്തരത്തിൽ കുട്ടിയെ വലിച്ചെറിയുന്ന ഘട്ടത്തിൽ തലക്കേറ്റ ക്ഷതമാകാം മരണകാരണം എന്നാണ്. പോസ്റ്റ്മോർട്ടത്തിന്റെ ആദ്യഘട്ട വിവരം ലഭിച്ചതനുസരിച്ചും ഇത്തരത്തിൽ തലക്കേറ്റ ക്ഷതമായിരുന്നു കുട്ടിയുടെ മരണകാരണമായി ഡോക്ടർമാരടക്കം സൂചിപ്പിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ വലിച്ചെറിഞ്ഞ ഘട്ടത്തിലാകാം ഇത്തരത്തിൽ തലയ്ക്ക് അടിയേറ്റതും ഇത് മരണത്തിലേക്ക് നയിച്ചു എന്നുമാണ് പോലീസ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ അഖില സൂചിപ്പിച്ചതുപോലെ ആദ്യം കൊലപാതകമല്ല എന്ന് പറയാൻ കാരണമുണ്ടായിരുന്നത് ഇത്തരത്തിൽ ശുചിമുറിയിൽ പെൺകുട്ടി തലകറങ്ങി വീണു എന്നൊരു മൊഴി പോലീസിന് ലഭിച്ചിരുന്നു. ആ ഘട്ടത്തിൽ പെൺകുട്ടി ആ വീണ ഘട്ടത്തിൽ തലയ്ക്ക് ക്ഷതമേറ്റതാകാം ഒരുപക്ഷെ മരണത്തിലേക്ക് നയിച്ചത് എന്ന നിഗമനമായിരുന്നു പോലീസിനുണ്ടായിരുന്നത്. പിന്നീട് കൂടുതൽ തെളിവെടുപ്പിലാണ് അത്തരത്തിലുള്ള മൊഴികളിൽ നിന്നും മാറി ഇത്തരത്തിൽ വലിച്ചെറിഞ്ഞു എന്ന വിവരം ലഭിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ തന്നെ ആൺസുഹൃത്തും ഈ അന്വേഷണ പരിധിയിലുണ്ട്. ആൺസുഹൃത്തിന്റെ പങ്കിനെ പറ്റി കൂടുതൽ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ ഇത്തരത്തിൽ പെൺകുട്ടിക്ക് മാത്രമാണ് ഈ കൃത്യത്തിൽ പങ്ക് എന്ന നിലയ്ക്കാണ് പോലീസ് നിഗമനത്തിലെത്തിയിരിക്കുന്നത്. ഈ ആൺകുട്ടിക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യം കൂടുതൽ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും മനസ്സിലാകുക. അതിനായി ഈ ഇരുവരുടെയും ഫോണുകളടക്കം ശാസ്ത്രീയമായ തെളിവെടുപ്പിനായിട്ട് പോലീസ് അത്തരത്തിലുള്ള നീക്കങ്ങളും പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. എന്തായാലും അല്പസമയം മുൻപ് പെൺകുട്ടിയെ വീട്ടിലേക്ക് എത്തിച്ച് തെളിവെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. പെൺകുട്ടി ജീപ്പിൽ വന്ന സമയത്തടക്കം ശാരീരികമായി വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. പെൺകുട്ടി ജീപ്പിൽ നിന്ന് ഇറങ്ങാനടക്കം വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. ശാരീരികമായി വലിയ അവശത പെൺകുട്ടി നേരിടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഈ പെൺകുട്ടിയെ ഈ ശുചിമുറിയിലാണ് നിലവിൽ ആദ്യഘട്ടത്തിൽ തെളിവെടുപ്പ് നടത്തുക. പെൺകുട്ടി പ്രസവം നടന്ന ആ വീടിനുള്ളിലെ ശുചിമുറിയിലാണ് ആദ്യഘട്ടത്തിൽ തെളിവെടുപ്പ് നടക്കുക. പിന്നീട് ഈ വീടിൻ്റെ തന്നെ തൊട്ടടുത്ത ബന്ധുവിൻ്റെ തന്നെ വീടാണ്. തൊട്ടടുത്ത വീടിൻ്റെ പറമ്പിലായിരുന്നു ഇത്തരത്തിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തത്. അവിടേക്കും തെളിവെടുപ്പ് നടക്കും. എന്തായാലും അല്പസമയം മുൻപ് മാത്രമാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അഖില ചോദിച്ചതുപോലെ പെൺകുട്ടിയിലേക്ക് അന്വേഷണം എത്തുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രസവം നടന്ന വിവരം അറിയുന്നത് ഈ ചെങ്ങന്നൂരുള്ള സ്വകാര്യ ആശുപത്രിയിൽ നിന്നാണ്. പെൺകുട്ടി പുലർച്ചെ 4 മണിയോടുകൂടിയായിരുന്നു ഇത്തരത്തിൽ പ്രസവം നടന്നത് എന്ന വിവരം പോലീസിന് പിന്നീട് പെൺകുട്ടി മൊഴി നൽകിയിരുന്നു. തുടർന്ന് രക്തസ്രാവവുമായി ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തുകയും അവിടെ പെൺകുട്ടിയെ ചികിത്സിച്ച ഡോക്ടർമാർക്ക് സംശയം തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പോലീസിനെ വിവരം അറിയിക്കുന്നത്. അങ്ങനെ ഇലവുംതിട്ട പോലീസ് പെൺകുട്ടിയുടെ വീട്ടിലെത്തി സുഹൃത്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം പോലീസിനുണ്ടോ? ആ സുഹൃത്തിനെ ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടോ? ശ്രീജാജ്, കേൾക്കാമെങ്കിൽ ഈ സുഹൃത്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം പോലീസിനുണ്ടോ? ആ സുഹൃത്തിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് നീങ്ങാൻ പോലീസ് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? പത്തനംതിട്ടയിൽ നവജാത ശിശു പെൺകുട്ടിയുടെ സുഹൃത്ത് ഈ ഇലവുംതിട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെ ഉള്ള ഒരു ആളാണ്. പറഞ്ഞോളൂ, തുടർന്നോളൂ. അഖില, അങ്ങനെയാണ് ഈ പെൺകുട്ടിയുടെ സുഹൃത്ത് ഇലവുംതിട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെയുള്ളൊരു യുവാവാണ്. ആ യുവാവുമായി 8ാം ക്ലാസ് മുതൽ ഈ പെൺകുട്ടി പരിചയമുണ്ടായിരുന്നു. എന്തായാലും ഈ നിലവിൽ ഈ ഘട്ടത്തിൽ ഈ ആൺ സുഹൃത്തിന് ഈ
കുറ്റകൃത്യത്തിൽ എന്തെങ്കിലും പങ്കുള്ളതായി പോലീസ് കണക്കാക്കുന്നില്ല എങ്കിൽ പോലും വിശദമായ അന്വേഷണം ഇതിൽ ആവശ്യമായിട്ടുണ്ട്. കാരണം ഈ ഇരുവരുടെയും പെൺകുട്ടിയുടെയും അതുപോലെ തന്നെ ഈ സുഹൃത്തിൻ്റെയും ഫോണുകളടക്കം ശാസ്ത്രീയ പരിശോധനയ്ക്ക് പോലീസ് വിധേയമാക്കുന്നുണ്ട്. അതിൽ അത്തരത്തിലുള്ള വിശദമായ അന്വേഷണത്തിനൊടുവിൽ മാത്രമേ ഈ സുഹൃത്തിനും ഇതിലെന്തെങ്കിലും പങ്കുള്ളതായി പോലീസിന് അത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ ഘട്ടത്തിൽ മറ്റ് ഈ സുഹൃത്തിന് ഈ കൃത്യത്തിൽ പങ്കുള്ളതായി പോലീസ് കണക്കാക്കുന്നില്ല എങ്കിൽ പോലും വിശദമായ അന്വേഷണം അതിൽ നടക്കേണ്ടതായിട്ടുണ്ട്. കൃത്യമായ അന്വേഷണത്തിനൊടുവിൽ മാത്രമേ അത്തരത്തിൽ മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുള്ളതായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്തു നിന്നായിരുന്നു ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തത്. അതുപോലെ തന്നെ ഈ വീട്ടിൽ പെൺകുട്ടികളുടെ അച്ഛനും അമ്മയും സഹോദരിയും മുത്തശ്ശിയും മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവരാരും തന്നെ ഇത്തരത്തിലുള്ളൊരു വിവരം അറിഞ്ഞിരുന്നില്ല എന്ന കാര്യമാണ് ഈ പെൺകുട്ടിയടക്കം പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തില്ല എങ്കിൽ പോലും വിശദമായ അന്വേഷണം അക്കാര്യത്തിലും ആവശ്യമുണ്ട്. കാരണം മറ്റാരുടെയെങ്കിലും സഹായം നേരിട്ടോ അല്ലാതെയോ പെൺകുട്ടിക്ക് ഈ കുറ്റകൃത്യം ചെയ്യുന്നതിന് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യമടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ആദ്യഘട്ട മൊഴി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പെൺകുട്ടി പറയുന്നത് പെൺകുട്ടി തനിയെയാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്നും മറ്റാർക്കും ഇതിൽ പങ്കില്ല എന്നുള്ള മൊഴിയായിരുന്നു നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ചെറുപ്പക്കാരനെയും ഈ സുഹൃത്തിനെയും ഈ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും നിലവിൽ ഈ കുറ്റകൃത്യത്തിൽ പങ്കുള്ളതായി പോലീസ് കണക്കാക്കാത്തത്. എന്തായാലും അതിൽ കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശരി ശ്രീരാജ്, പത്തനംതിട്ടയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയതിൽ അമ്മ അറസ്റ്റിലായിട്ടുണ്ട്. ആ പെൺകുട്ടിയുമായി ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുകയാണ്. ശ്രീരാജ് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.